കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച യുവതിയെ പീഡിപ്പിക്കുകയും അശാസ്ത്രീയ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്ത കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ പോലീസിന്റെ പിടിയിലാകാതെ ഒളിവിൽ കഴിയുകയാണ്. ഒരു ജനപ്രതിനിധി തന്നെ നിയമത്തെ വെല്ലുവിളിച്ച് ഒളിവിൽ പോകുന്നത് സംസ്ഥാനത്ത് വലിയ ചർച്ചാവിഷയമായി മാറിയിട്ടുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളം വിട്ട് കോൺഗ്രസ് ഭരണത്തിലുള്ള കർണാടകയിലോ തെലങ്കാനയിലോ ഒളിവിൽ കഴിയുന്നുവെന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. പരാതി നൽകിയതിന് പിന്നാലെ പാലക്കാട്ടെ UDF തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും അപ്രതീക്ഷിതനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ പിടിയിലാകാതിരിക്കാൻ അതീവ ശ്രദ്ധയോടെയാണ് നീക്കങ്ങൾ നടത്തുന്നത്. കോയമ്പത്തൂരിൽ ഒളിച്ചു കഴിയുന്നതായുള്ള സംശയത്തെ തുടർന്ന് തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം വിഫലമായിരുന്നു. രാഹുൽ കോയമ്പത്തൂരിൽ നിന്ന് മാറിയെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. പാലക്കാട് വിട്ടു പോകുമ്പോൾ CCTV നിരീക്ഷണമുള്ള പ്രധാന റോഡുകൾ ഒഴിവാക്കിയാണ് രാഹുൽ സഞ്ചരിച്ചത്. ഒന്നിലധികം വാഹനങ്ങൾ ഇതിനായി ഉപയോഗിച്ചുവെന്നും സൂചനകളുണ്ട്. കണ്ണാടിയിൽ നിന്ന് ചുവന്ന പോളോ കാറിൽ രാഹുൽ മുങ്ങിയെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. അറസ്റ്റ് ഒഴിവാക്കാനായി പ്രതി ആരുമായും ഫോണിൽ പോലും ബന്ധപ്പെട്ടിരുന്നില്ല. ഇത് ഇലക്ട്രോണിക് തെളിവുകൾ വഴി പ്രതിയെ കണ്ടെത്താനുള്ള പോലീസിന്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കർണാടകയിലോ തെലങ്കാനയിലോ ഒളിവിൽ കഴിയാനാണ് സാധ്യതയെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയപരമായ കാരണങ്ങളുമുണ്ട്. ഇരു സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആണ് ഭരണത്തിലുള്ളത്. ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം പാർട്ടിയുടെ ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിയുകയാണെങ്കിൽ അവിടെ പോയി അറസ്റ്റ് ചെയ്യുക എന്നത് കേരള പോലീസിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളികളും തടസ്സങ്ങളും ഉണ്ടാക്കിയേക്കാം. ഇത് അറസ്റ്റ് നടപടികൾ വൈകാൻ കാരണമാകും. പ്രതിയെ പിടികൂടാൻ പോലീസ് ഊർജിത ശ്രമങ്ങൾ നടത്തുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള നാടകമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന ആരോപണം ശക്തമായി ഉയരുന്നുണ്ട്. ബുധനാഴ്ച രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ പോലീസ് റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നും നാളെയുമായി അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് പോലീസ് നടത്തുന്നതെന്നാണ് ആരോപണം. ഗർഭചിത്രത്തിന് മരുന്ന് എത്തിക്കാൻ സഹായിച്ച രണ്ടാം പ്രതിയായ ജോബി ജോസഫിനെ കണ്ടെത്താൻ മതിയായ ശ്രമം നടക്കുന്നില്ല എന്നതും ഈ ആരോപണത്തിന് ബലം നൽകുന്നു. ഒന്നാം പ്രതി ഒളിവിൽ പോയ ഉടൻ തന്നെ കൂട്ടുപ്രതിയെ പിടികൂടാൻ സാധിക്കാത്തത് അന്വേഷണത്തിലെ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നു. ഒളിവിൽ കഴിയുന്ന പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗം ശക്തമാക്കാനുള്ള തെളിവ് ശേഖരണത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ളാറ്റിൽ വെച്ചും പീഡിപ്പിച്ചുവെന്ന പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടെ പരിശോധന നടത്തി. പരാതിക്കാരി ഫ്ളാറ്റിലെത്തിയ ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനായിരുന്നു ശ്രമം. എന്നാൽ പരാതിയിൽ പറയുന്ന കാലയളവിലെ ദൃശ്യങ്ങൾ DVR ലഭ്യമല്ല. പഴയ ദൃശ്യങ്ങൾ അത്രയും കാലം സൂക്ഷിക്കാൻ കഴിയില്ല എന്നതിനാലാണ് ഇത്. ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മായ്ക്കപ്പെട്ട ദൃശ്യങ്ങൾ ബാക്കപ്പ് ചെയ്തെടുക്കാൻ സാധ്യതയുണ്ട്. ഇതിനായുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തിയേക്കാം. രാഹുലുമായി അടുത്ത ബന്ധമുള്ള ചിലർക്ക് പോലീസ് ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. പ്രതിയുടെ നീക്കങ്ങളെക്കുറിച്ചോ ഒളിവിൽ കഴിയുന്ന സ്ഥലത്തെക്കുറിച്ചോ സൂചനകൾ ലഭിക്കുമോ എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. പരാതിക്കാരിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി. തെളിവെടുപ്പിന്റെ ഭാഗമായി യുവതിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. കേസ് ഇപ്പോൾ നിർണായകമായ നിയമപരമായ ഘട്ടത്തിലാണ്. ബുധനാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതോടെ കേസിന്റെ ഭാവി നിർണ്ണയിക്കപ്പെടും. അശാസ്ത്രീയ ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ തുടങ്ങിയ അതീവ ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതിന്റെ ശബ്ദരേഖ തെളിവുകൾ പ്രോസിക്യൂഷന്റെ കൈവശവുമുണ്ട്. ജാമ്യാപേക്ഷ പരിഗണനയിലായിരിക്കുമ്പോൾ പോലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായി തടസ്സമില്ലെന്ന് പോലീസ് നിയമോപദേശം ലഭിച്ചിട്ടുമുണ്ട്. ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്തം ഭർത്താവിനാണെന്ന രാഹുലിന്റെ വാദവും യുവതി സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പരാതി നൽകിയതെന്ന അദ്ദേഹത്തിന്റെ വാദവും നിലനിൽക്കാൻ സാധ്യത കുറവാണ്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിജീവിതയ്ക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണത്തിനെതിരെ ഓരോ ജില്ലയിലും കേസെടുക്കാൻ ADGP H. വെങ്കിടേഷ് നിർദ്ദേശം നൽകി കഴിഞ്ഞു. പ്രതിയുടെ ഭാഗത്തു നിന്നുള്ള രാഷ്ട്രീയപരമായ സ്വാധീനം ഉപയോഗിച്ച് അതിജീവിതയെ അപമാനിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നതിന്റെ സൂചനയാണിത്. ഇതോടെ വിവാദപരമായ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് പലരും അവ പിൻവലിച്ചിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്ന MLAയുടെ വിഷയം കേരള രാഷ്ട്രീയത്തിൽ വലിയ ധാർമ്മിക ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം ഒരു ജനപ്രതിനിധി. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ശേഷം നിയമത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയുടെ തകർച്ചയായി വിലയിരുത്തപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗമായ പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാണ്. ഒരു യുവ നേതാവ് ഗുരുതരമായി ക്രിമിനൽ കുറ്റകൃത്യത്തിൽ പങ്കാളിയായെന്ന ആരോപണം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം ഇപ്പോൾ അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ്. ബുധനാഴ്ച കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ എടുക്കുന്ന തീരുമാനം ഈ കേസിന്റെ ഗതിയെ മാറ്റിമറിക്കും. ജാമ്യം തള്ളുകയാണെങ്കിൽ രാഹുൽ എത്രയും പെട്ടെന്ന് കീഴടങ്ങുകയോ അല്ലെങ്കിൽ പോലീസ് അദ്ദേഹത്തെ പിടികൂടുകയോ ചെയ്യേണ്ടി വരും. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അത് പ്രതിക്ക് വലിയ ആശ്വാസമാകും. ഏതായാലും ഈ കേസ് അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുന്നതിലും ജനപ്രതിനിധികളുടെ ക്രിമിനൽ ബാധ്യതകൾ വ്യക്തമാക്കുന്നതിലും ഒരു നാഴികക്കല്ലായി മാറും.